വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ട് വലിയൊരു റിജക്ഷൻ തന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ആണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവിടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എനിവേ അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചുകൂടി കൺഫർമേഷൻ എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഇവിടെയും, രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഏരിയയാണ്, നമ്മൾ ഈ ബോക്സ് വരച്ചത്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ചിലപ്പോൾ കുറച്ച് ഇന്നും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി വീണ്ടും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ലോയിലേക്കും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വൺ ഡേയിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 113,978, 115,310, അടുത്തത് വരുന്നത് 116,484 ആൻഡ് 117,973, അടുത്തത് 120,952, 122,284. അപ്പൊ ഇത്രയാണ് നമ്മൾ ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് 50 മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ലെവൽ ഉണ്ട് ഇവിടെ. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഈ ഒരു റേഞ്ചും ഉണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പൊ ഈ മൂന്ന് റേഞ്ചും 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 50 മിനിറ്റ്സിന്റെ എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടേക്കായിരിക്കും വരാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത്, എക്സ്പെഷ്യലി ഈ ഒരു 50 മിനിറ്റ്സിന്റെ ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ തരികയാണ്. ശ്രദ്ധിക്കേണ്ട, ഇവിടെ നിർബന്ധമായും കൺഫർമേഷൻ എടുക്കണം. കൺഫർമേഷൻ വന്നിട്ട് വരുന്ന റീടെസ്റ്റിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ ഏറെക്കുറെ ഈ റേഞ്ച് വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്ത് സംഭവിക്കാനുള്ള ഈ റേഞ്ചിലേക്ക് നേരിട്ട് ചിലപ്പോൾ വരും. ഇപ്പൊ നിൽക്കുന്നതിൽ നിന്ന് നേരിട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്നിട്ടൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു കൺഫർമേഷൻ ആയിരിക്കാം. വീണ്ടും പറയുന്നത് നല്ലൊരു കൺഫർമേഷൻ ആയിരിക്കാം. ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ല, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ടിലേക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതും ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ, അതായത് നമ്മുടെ 1 അവറിന്റെ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ അടുത്ത 50 മിനിറ്റ്സിന്റെ ഒരു നല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഇവിടെയും കാണുന്നുണ്ട്. ഇതൊരു സിംഗിൾ ലോ കൂടിയാണ്. അവിടേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ചിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരാം. നല്ലൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷം
ഈ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം സാധ്യതകളാണ് പറയുന്നത്. ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ സെൽ എൻട്രിയും ബൈ എൻട്രിയും കിട്ടാം, മാറി മറിച്ചൊക്കെ കിട്ടാം. അത് അവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.